എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ദേവാർപ്പണത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ഏകാദശി ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും ഒരു പുണ്യ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലേ? തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഭഗവാൻ ഉത്തരം തരുന്ന ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി നാൾ. സർവപാപഹരം എന്നാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രമാണം തന്നെ. ഈ വർഷം നവംബർ 11 ഗുരുവായൂർ ഏകാദശി വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നതും ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഈ ദിവസമാണെന്നാണ് ഐതിഹ്യം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം വിഷ്ണു ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതേ ദിവസം തന്നെ 33 കോടി ദേവതകളും മഹാവിഷ്ണുവിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമെന്നാണ് വിശ്വാസം. വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ വ്രതമാണ് ഗുരുവായൂർ ഏകാദശി. പുണ്യവും പരിപാവനവുമായ ഗുരുവായൂർ ഏകാദശിയെ ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്. ഇതനുഷ്ഠിച്ചാൽ രോഗശാന്തി, സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, മനഃശാന്തി തുടങ്ങിയ അനേക ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുക. കുടുംബത്തിൻ്റെ ഐശ്വര്യവും വിഷ്ണുപ്രീതിയും ഈ വ്രതം വഴി ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഗുരുവായൂർ ഏകാദശി നാളിൽ പൂർണ്ണമായും ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും നേരുന്ന വഴിപാടുകളും ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും ആത്മാവിനൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. മനസ്സറിഞ്ഞ് പൂർണ്ണഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് പറയുക. മാത്രവുമല്ല, പുതിയ നമ്മുടെ 7 തലമുറയ്ക്കും ഇത് ഏറ്റവും നല്ല ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ഏകാദശി വ്രതം നോറ്റാൽ കിട്ടുന്നത്. സർവപാപഹരം ഏകാദശി വ്രതം എന്നാണല്ലോ പ്രമാണം. വിഷ്ണു പ്രീതിക്ക് അത്യുത്തമമാണിത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവ് കഴിഞ്ഞ് 11 ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷമെന്നും ഇതിനെ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പൂർണ്ണഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. മാത്രമല്ല 7 ജന്മ പുതിയ തലമുറയ്ക്കും ഒരു അനുഗ്രഹമാണ് എന്നും കൂടി പറയാം. വ്രതം ഇങ്ങനെ അനുഷ്ഠിക്കാം. അതായത് ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്തു വേണം വ്രതം ആരംഭിക്കാൻ. എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്നുറങ്ങണം. അതാണ് അതിൻ്റെ രീതി. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. അതായത് വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കുറേ കീർത്തനങ്ങൾ തന്നെ ഗുരുവായൂരപ്പൻ്റേത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം. കൂടാതെ ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. കൂടാതെ തുളസിമാല ഏറ്റവും നല്ല ഒരു
എന്താ പറയുക, വേഗം തന്നെ ഫലം ലഭിക്കുന്ന ഒരു വഴിപാടാണ്. അതുപോലെ തന്നെയാണ് പാൽപ്പായസം കഴിപ്പിക്കുന്നതും. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പാൽപ്പായസം കഴിക്കുക. അന്നത്തെ ദിവസം ഭഗവാന് പാൽപ്പായസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ എല്ലാവിധ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തിത്തരുമെന്നാണ് പറയുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരിഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ പഴങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം. പിന്നെ ഏറ്റവും നല്ലത് ഉപവാസമാണ്. അതായത് തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട്. അതാണ് ഏറ്റവും ഉത്തമം. അത് സാധിക്കാത്തവർക്കാണ് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്നത്. അതും ഗോതമ്പ് ഭക്ഷണമായിരിക്കണം കഴിക്കുന്നത്. അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് 2-3 നാളിലെ പാപം മാറുമെന്നും, ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. സർവപാപങ്ങളും ഇല്ലാതാക്കാൻ, മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയണം. പിന്നെ പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗശാന്തിക്ക്, മനഃശാന്തി, പിന്നെ നമ്മുടെ കുടുംബത്തിൽ വളരെയേറെ സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാവും. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് സമ്പത്തും കീർത്തിയും ഒക്കെ ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു വ്രതമാണിത്. അതുപോലെ ശത്രുനാശം ഏറ്റവും വലുതാണ്. സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിനും കൂടി ഇത് ഇടയാകും. വൃശ്ചികം കഴിഞ്ഞ് വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അറിയിക്കുന്നു. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയുക. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിലിടാം. എല്ലാവരും കഴിയുന്ന പരമാവധി ഗുരുവായൂർ ഏകാദശി നോമ്പ് തന്നെ നോക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ.